ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഉണക്കമീൻ കഴുകി വൃത്തിയാക്കാൻ മാത്രമുള്ള സമയമേ എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. തോരൻ തയ്യാറാക്കാനായി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം. ഉണക്കമീൻ നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉണക്കമീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഉണക്കമീനിൽ എപ്പോഴും ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും. പക്ഷെ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഈ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചുവന്നുള്ളി. ഇത്രയും സാധനങ്ങൾ മിക്സർ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നേരത്തെ അടച്ചു വെച്ചത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉണക്കമീൻ, പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി ഇവയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തേങ്ങ ഈ ഉണക്കമീനുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഉണക്ക നെത്തോലി തോരൻ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.